പിന്നെ എത്തിവായിരിക്കും എത്തിവായി കുറെ കാര്യങ്ങൾ ഇങ്ങനെ പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടി കുറെ കാര്യങ്ങൾ. ഇതിൽ ജംഷീറാണോ സലാമാണോ മുനീറാണോ കൂടുതൽ നമ്മളിരുന്ന് പൈസ പറ്റിയിട്ടുള്ളത്? ആരാ? പിന്നെ എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ അവരങ്ങനെ കൂടുതൽ എടുത്തോന്നും എനിക്കറിയില്ല. എനിക്ക് വന്ന കണക്ക് പ്രകാരം എല്ലാം ചെയ്യുമ്പോൾ ഞാൻ 15 രൂപ ചെയ്യുമ്പോൾ പിന്നെ അവര് വേറെ എടുത്താ അതെനിക്കറിയില്ല. അല്ല അവരിൽ ആരാണ് കൂടുതൽ എടുത്തിട്ടുണ്ടാവുക? ആരാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റിൽ? ആരാണ് കൂടുതൽ? അല്ല നിങ്ങൾക്ക് പൈസ ഉണ്ട് അവര് ജംഷീറായിരുന്നു. എന്തിനാ തരുന്നത്? എന്തിന്റെ ഓഹരി? അത് നിങ്ങൾ സഹകരിച്ചില്ല അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് സഹകരിച്ചിരുന്നത്? അപ്പൊ എങ്ങനെ ഏതൊക്കെ മെത്തേഡിലാണത്? പഠിക്കാതെ പിന്നെ മറ്റവര് അങ്ങനെ അത് എടുത്തോന്നോ അതൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. 15 രൂപ 10 രൂപ വെച്ച് തരാം. അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന പണിക്ക് 2 ദിവസം 10 രൂപ 15 തരും. ആ പണിക്ക് എന്താണ്, എങ്ങനെയാണ് പരിപാടി? എങ്ങനെയാണത് അടിക്കാതെ ചെയ്യണം? നിങ്ങൾ മൂന്നാളും ഷെയർ? ആരൊക്കെ? നിങ്ങൾ ഷെയർ. ക്യാഷിൽ വേറെ ആരെങ്കിലും ഷെയർ ഉണ്ടായിരുന്നു? ആരെങ്കിലും അറിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ? എങ്ങനെ? അല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിക്കണം അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്? എന്നിട്ട് പിന്നെ വീണ്ടും തുടങ്ങാന്? അല്ല സലാമ് വീണ്ടും ഇൻട്രസ്റ്റ് വന്ന് പിന്നെ ചെയ്യാനുള്ള ത്വര എങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ്? എന്താണ് നിങ്ങൾക്ക് നാട്ടിൽ എന്താ പ്രശ്നങ്ങൾ? ഇത്രയും പ്രശ്നങ്ങൾ എന്താ? നിങ്ങൾക്ക് തരുന്ന ശമ്പളം കൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാ? അല്ല നിങ്ങളെ നാട്ടിൽ എന്താണ് സ്ഥിതി? എന്താ നിങ്ങളെ ഇങ്ങനെ വാടകക്കാണ് താമസിക്കുന്നത്? എത്ര റുപ്യ ഉണ്ട് വാടക മാസത്തില്? 4000 രൂപ. എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക്? എത്ര ഉണ്ട് പ്രായം അവർക്ക്? അവർക്ക് പഠിക്കാൻ എത്ര ചെലവ് വരും? എന്നാലും നിങ്ങളെ വീട്ടിൽ എത്ര റുപ്യ ചെലവ് വരും ഒരു മാസം നിങ്ങൾക്ക്? 10 റുപ്യ വരും. അപ്പൊ എത്ര റുപ്യ മാസം? 10 റുപ്യ അയച്ചു കൊടുക്കുള്ളൂ? അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്ന ശമ്പളം മതിയാവായിട്ട് എന്താണ് പിന്നെ നിങ്ങളെ ഉദ്ദേശം തരുന്നത്? അല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഉദ്ദേശം അല്ല ചെയ്യുമ്പോൾ ഉദ്ദേശം ഉണ്ടാവല്ലോ, സമ്പാദിക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായില്ല. പിന്നെ അവര് പെപ്സ് കുടിക്കാനും കിട്ടും. അത് സമ്പാദിക്കാനുണ്ടായില്ല. അത് നമ്മള് 10-300 ഉണ്ടായിരുന്നു. അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കറിയില്ല യഹി ഞാനുള്ളത് നിങ്ങൾക്ക് അറിയില്ല? ഇത് യഹി അറിയാണെങ്കിൽ എന്തായിരിക്കും? യഹിയാട് നിങ്ങൾ എന്നെ കുറിച്ചിട്ട് എന്ത് ധാരണ യഹിയാക്ക് ഉണ്ടാക്കി കൊടുത്തേക്കണേ? അല്ല പൊതുവെ ഞാൻ ചോദിക്കട്ടെ, പൊതുവെ ഉണ്ടല്ലോ, പൊതുവെ സക്കീറിനെ കുറിച്ചിട്ടുള്ള ഒരു പീഡിയയിലുള്ള ചർച്ചകൾ ഉണ്ടല്ലോ ഇല്ലേ? അത് നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളെ നിലപാട് എന്തായിരുന്നു? ഞാൻ അപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ പറയും ഓരോ മുതലാളിമാരുടെ സ്വഭാവം നമ്മൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. മുതലാളിമാരെങ്ങനെ അവർക്ക് അവരുടേതായ ഓരോ കച്ചവടം നടക്കാൻ അതിന്റെ സ്വഭാവം കാണിക്കും. അത്രയും ഞാൻ പറഞ്ഞു. അപ്പൊ ഈ റിയാസൊക്കെ എങ്ങനെയായിരുന്നു മുതലെടുത്തിരുന്നത്? എങ്ങനെ? അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഒരു സംഗതി ഉണ്ടാക്കാൻ, ഈ ഒരു തെറ്റായ ഒരു വല്ലാത്തൊരു സംഗതി ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം അവരുടെ ഗ്രൂപ്പിൽ ആള് വേണിച്ചിട്ടാണ്? എന്ത് അതിന്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ ഇവിടെ അവരുടെ കൂടെ എല്ലാവരും കൂടാൻ വേണ്ടി. കാരണം ഓന്റെ പരിപാടി വിജയിക്കണം, റിയാസിന്റെ പരിപാടി. അതിനെന്ത് ചെയ്യുന്ന നിങ്ങള് ഉസ്മാനോട് ഇങ്ങനെ പറഞ്ഞോ? എല്ലായിടത്തും പറയും. ഇതിനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാം. അപ്പൊ അതിന്റെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ശരിക്കും? ഇതിന്റെ എല്ലാവരും വരണം, എന്നാലാണ് അവരെ പരിപാടി വിജയിക്കുന്നത്. ഒരാളെതിരായി അവർക്ക് എതിരായി കഴിഞ്ഞാൽ നിങ്ങളുടെ പറയൂല എല്ലാ കുറ്റങ്ങളും. അപ്പൊ അതിന് ഇങ്ങനെ സ്ട്രോങ് ആക്കി നിർത്തുക, എന്നിട്ട് അതിന്റെ മാക്സിമം മുതൽ അവരെടുക്കുക.
അപ്പൊ അതിൽ നിങ്ങളൊക്കെ എങ്ങനെ വീണ് പോയത്? ഞാൻ കഴിയുന്നതൊക്കെ ഞാൻ ഒരു പരിധിവരെ ഞാൻ എതിർത്തുണ്ട്. ചെംസ് ഉള്ളപ്പോഴൊക്കെ ഞാൻ എതിർത്ത. ചെംസിനറിയാം, കാസർഗോഡ് ചെംസുണ്ട്, ചെംസിനൊക്കെ അറിയാം, ഞാൻ എതിർത്തേക്കായിരുന്നു. അന്ന് ഞങ്ങൾ ഒന്നിച്ച് രാത്രി അവിടെ വർത്താൻ വന്നിരിക്കില്ല വരുമ്പോ ഗ്യാസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എതിർത്ത. പിന്നെ മാറിപ്പോ നിങ്ങൾ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്തു. ഉസ്മാനൊക്കെ എങ്ങനെയാണ് മാറ്റിയത്? ഞാൻ എപ്പോഴും അവിടെ തന്നെയാണല്ലോ, ഫോൺ എടുക്കുന്നതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പറഞ്ഞു 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 അങ്ങനെയാണ് നിങ്ങൾ അന്ന് വഴക്ക് പറഞ്ഞു. പുറത്തു കൊണ്ടുപോയി ആ ബ്രെയിൻ വാഷ്. ഉസ്മാനിക്ക് എന്നോട് നല്ല എതിർപ്പ് തന്നെയായിരുന്നു. പിന്നെ ചില തെറ്റുകളൊക്കെ അങ്ങനെ. എന്തായിരുന്നല്ലോ മൂപ്പരാളുടെ എന്തായിരുന്നു മൂപ്പരാളുടെ ഒരു ഇതെന്തായിരുന്നു? അല്ല ഞാനത് പഠിക്കണല്ലോ, ഫസീമെ അറിഞ്ഞിരിക്കണല്ലോ. എന്തായിരുന്നു ഉസ്മാനിക്കിനോടുള്ള എന്തായിരുന്നു എതിർപ്പ്? എന്തായിരുന്നു എതിർപ്പ്? അന്ന് പെരുന്നാളിനെ ലീവ് എടുത്തതിന് നിങ്ങൾ വിളിച്ചു പറഞ്ഞു. ഒരു പെരുന്നാളിന് എന്താണ് ഉണ്ടായിന്നറിയോ ഫസീമെ? ഫസീം ഇപ്പൊ രാവിലെ തുറക്കുന്ന ആളാണ്. ഫസീം രാവിലെ 7 അല്ലെങ്കിൽ 7 മണിക്ക് തുറക്കുന്ന ആളാണ്. നമ്മള് പെരുന്നാളിന്റെ ലീവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും ലീവ് അല്ലേ? ലത്തീഫ് ഭായി പറയും. ലത്തീഫ് ഭായി എല്ലാവർക്കും ലീവ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ലീവ് കൊടുത്തിരിക്കണം. ഈ നമ്മളെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഹാഫ് അടക്കുമ്പോ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റാണ് ഇല്ലേ? കസ്റ്റമർ അവിടെ ഒന്ന് മടങ്ങരുത്, നമ്മളെ നിലനിൽപ്പും കൂടി നോക്കണ്ട. അപ്പൊ നമ്മൾ എന്താ ഉസ്മാനോട് ഉസ്മാൻ 7:30 തുറക്കേണ്ട ആളല്ലേ? ഉസ്മാൻ ഇവിടെ എങ്ങനെ നടന്നു? എന്തുണ്ടായിരുന്നു? എത്ര മണി? അത് ശരിയാണോ വസീമ? അത് ഞാൻ അങ്ങനോട് പറഞ്ഞു, അത് തെറ്റാന്ന് പറഞ്ഞു. കാരണം നമ്മള് ഒന്ന് കിട്ടാവത്തെ ഏൽപ്പിച്ചേക്കാം, തുറക്കാൻ വരും. അപ്പൊ ഞാൻ 8 മണിക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് സെക്രട്ടറി നേരെ കയറി മോറിലേക്ക് വന്നത്. താക്കോലായിട്ട് എന്റെ അടുത്ത്. താക്കോൽ 8 മണിക്ക് 7 മണിക്ക് തുറക്കണ പോയിട്ട് എന്നാ ആയിക്കോട്ടെ, ഒരു 10 മിനിറ്റ് ഒക്കെ, 1 മണിക്കൂർ ലേറ്റ് ആയി. ആ കാര്യം ഞാൻ ഉസ്മാനെ വിളിച്ച് പറഞ്ഞു. ഉസ്മാനെ ചെയ്ത് ശരിയായില്ലാണ്. അതാണ് എന്റെ ഒരു തെറ്റ് എന്ന് പറഞ്ഞ അയാളല്ലേ? അതിൽ എങ്ങൾക്ക് തെറ്റ് തോന്നുന്നുണ്ടല്ലോ? അങ്ങനെ അവർക്ക് തെറ്റുണ്ടാ? ആർക്കും തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാനൊരു 10 കച്ചവട സ്ഥാപനത്തിന് നമ്മളെന്ത് ഞാൻ തർക്കിട്ട് ഞാൻ ലീവ് കൊടുക്കുന്നുണ്ട്. ഞാൻ ലീവ് എല്ലാവർക്കും പ്രഖ്യാപിച്ചില്ലായിരുന്നില്ല? രാത്രി പ്രഖ്യാപിച്ചില്ലേ? ഉച്ചയ്ക്ക് ശേഷം ലീവ് കിട്ടുന്നല്ല. എന്റെ സൂപ്പർ മാർക്കറ്റ് അല്ലേ എന്റെ സ്ഥാപനം അല്ലേ? സൂപ്പർ മാർക്കറ്റ് അല്ലേ? റെസ്റ്റോറന്റ് അതുപോലെ തന്നെ ഗ്രോസറി എല്ലാരും തുറന്നിരിക്കുന്നു. തൊട്ടടുത്തുള്ള പീടികൾ എല്ലാരും തുറന്നിരിക്കുന്നു ഇല്ലേ? എന്റെ പീടി അടച്ചിടുമ്പോൾ നമ്മളെല്ലാവർക്കും ലീവ് കൊടുക്കണ്. ഇയാള് ലീവ് എടുത്ത് പോയി വേറെ ആർക്കും ലീവ് കിട്ടിയില്ല. മാത്രം ലീവ് എടുത്ത് പോയി. ഉസ്മാൻ ഉണ്ടാവും ലീവ് എടുത്തിട്ട് എങ്ങനെ ഉണ്ടായത്? അവിടെ ലീവ് കൊടുത്തു നമ്മള്. ശരിയാണ്. അത് നമ്മള് ലീവ് കൊടുക്കുന്നുണ്ടെല്ലാവർക്കും. പെരുന്നാളിനാണ് തുറക്കായിരുന്നത്. അപ്പൊ അതാണ് ഒരു തെറ്റ്. പിന്നെന്താണ് മൂപ്പർക്ക് ഇന്നോടുള്ളത്? എന്താണ് ഞാൻ പുള്ളിയുടെ ആ ഒരു ഇത് വരത്തിന് ഇന്നോട് ഇത് വരാൻ കാരണം എന്താണ്? അത് ബ്രെയിൻ വാഷ് തന്നെയാണല്ലോ ഇതിന്റെ. ആ ഗ്യാങ്ങിന്റെ കളി കറക്റ്റ്. എന്റെ സസീന്റെ അഭിപ്രായത്തിൽ എന്താണ് ഉസ്മാന്റെ ആ ഒരു രീതി? അങ്ങനെ നമ്മള് ഉസ്മാനോട് ഞാൻ അറിഞ്ഞിട്ടൊരു തെറ്റ് ഉസ്മാൻ ഇല്ലല്ലോ. നിങ്ങൾക്ക് എത്തിയും പറയാൻ പറ്റുമോ? നിങ്ങളെ എനിക്ക് വിഷമമുണ്ടായി സത്യത്തിൽ. ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് കൗണ്ടറിനോട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം എത്ര വന്നാലും നിങ്ങളൊരു സ്ഥാപനത്തിന് ഉടമയാണ്. ആ ഉടമയോട് അങ്ങനെ പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതും ഒരു മര്യാദ കാണിക്കാതെയാണ് ഉസ്മാൻ ആ വർത്താനം പറഞ്ഞത്. എനിക്ക് വിഷമമുണ്ടായെന്ന് നിങ്ങളാ പറയാനായിട്ട്. കാരണം വേറെ ആരും പറയൂല അങ്ങനെ. ശരിയാണ്, വളരെ കറക്റ്റ്. ഒരാളും പറയൂല. കാരണം ഒരു സ്ഥാപനത്തിന്റെ ഉടമയാവുമ്പോ ആ ഉടമക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളത് കൈകാര്യം ചെയ്യണം, പണിയെടുക്കുന്നത്. ഇപ്പൊ ഞാനൊരു തെറ്റിലോട്ട് വീണുപോയി. ആ തെറ്റിന് തന്നെ കരകയറ്റണം. അതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അതിന് ഉടമസ്ഥനെ കുറെ ചീത്തറി പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമില്ല. വളരെ ഞാനതാ പറയണത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും ഇവിടെ അല്ല. തോന്നലാണ്. എന്ത് ഇങ്ങനെയുള്ള ഇവിടെ ഇങ്ങനെയുള്ള തിരിമറികളൊന്നും ഇല്ല. പിന്നെ കാർഡ് കൊണ്ട് എഴുതാതെ കൊണ്ടുണ്ടോ ഒക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഓരോ മനസ്സിന്റെ ഓരോ മാറ്റങ്ങളാണ്. ഇതൊന്നും നടക്കുന്നില്ല. വസീമിന് ബോധ്യപ്പെട്ട വസീമെ എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. റിയാസ് മാറ്റിയാണ് ഞാൻ. എനിക്ക് ബോധ്യപ്പെട്ടില്ല. നിങ്ങളെ ലത്തീഫിന്റെ അഭിപ്രായത്തിൽ റിയാസിന്റെ എത്ര ലക്ഷം റുപ്യന്റെ പോയിട്ടുണ്ടാവും? റിയാസിന്റെ എത്ര ലക്ഷം പോയിട്ടുണ്ടാവും? വസീം വരെ എത്ര ലക്ഷം? വസീമിന്റെ കണക്കിൽ വസീം പറഞ്ഞിട്ട് കണക്ക് വസീം കണക്കൊന്ന് പറയാം. എത്രായിരം റുപ്യ ഒരു മാസം അവർ എടുത്തിരുന്നു? അല്ലല്ല, ജംഷീറിന്റെ ഒരു കണക്ക് നമ്മൾ സംസാരിച്ചു. അത് പറയും എത്ര നമ്മൾ സംസാരിച്ചു? ജംഷീറിന്റെ ഒരു കണക്ക്, ഒരു ആവറേജ് കണക്കാണ് സംസാരിച്ചത്. 900 ഡെയിലി.
അപ്പൊ ആഴ്ചയിൽ റിയാസില്ലാന്ന് ആഴ്ചയിൽ കൊടുക്കല 400-500 രണ്ടാം പേടെ പൈസ അപ്പൊ എത്ര രൂപ ഉണ്ടാവില്ല? 900 രൂപ. നല്ലൊരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് വരും. ആ അങ്ങനെയുള്ള ബയാനിക്കുള്ള പൈസ ഇവിടെ കൊടുത്തിട്ട് അവിടുന്ന് മേടിക്കാം. ആരാ? റിയാസിന്റെ കൂടെ ബഷീർ മംഗലാപുരത്ത്. ഈ ബഷീർ ഞാൻ കേട്ടറിവാണ്. ആദ്യം പറഞ്ഞാൽ കുറെ ക്ലബുകളില്ലേ, ക്ലബുകൾക്ക് ഓരോ വാട്ടർ കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകും. അതിൽ ഈ ബാരിക്കാണ് ഹെൽപ്പായിട്ടുള്ളത്. ഈ സൈക്കിളിൽ എടുത്ത് വെച്ച് കൊടുക്കുന്നതിന് ബാരിക്കിന് 15-20 കൊടുക്കും. ഞാൻ പറയണേ ബഷീർ 15-20 കൊടുക്കും. അപ്പൊ ആ 20 ബാരിക്കിന് കൊടുക്കുന്ന ബഷീറിന് കിട്ടുന്ന 50 കൊടുക്കും. 20 ഇല്ല. അതായത് ഒറ്റ പോക്കില് ബഷീറിന് കിട്ടിയത്. അത് ആരാണ് ചെയ്തത്? റിയാസ്. ഈ 5 ബോക്സിൽ സൈക്കിൾ മക്ക് വെച്ചെടുത്തിട്ട് അങ്ങനെ വരുമ്പോ സൈക്കിൾ മക്ക് വെച്ചെടുക്കുന്ന ബാരിക്കിന് 20 കൊടുക്കണം. ഡെയിലി ക്ലബ്ബ് ഡെയിലി ഒരു 20 കൊടുക്കുന്ന ഒരാൾക്ക്. ഈ ഡെലിവറി ബോയിന് സഹായിക്കുന്ന ഡെലിവറി ബോയ്ക്ക് ഇത് സൈക്കിൾ മക്ക് സാധനം വെച്ചെടുക്കുന്നതിന് ഓക്കെ കൊടുക്കണേന് 20 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനാ പറഞ്ഞതിന്റെ വേറൊരു പൊരുള് മനസ്സിലാക്കണം. അതായത് റിയാസിന് ഇത്തിരി ഇവിടെ തിരുമറി നടക്കുന്നുണ്ട്. അന്ന് കൗണ്ടറിൽ ആരാണ് ഉണ്ടാവുക? ഉസ്മാന് അവിടെ ചുറ്റി നടന്നിരുന്ന ആള് അല്ലെ? ഉസ്മാൻ എന്തെങ്കിലും ക്യാഷിലേക്ക് കയറി. അപ്പൊ ഈ സമയത്ത് ഈ പരിപാടി നടക്കുമ്പോ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഉസ്മാന് ഇൻചാർജ്. ഇതൊന്നും ഉസ്മാന് കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. പക്ഷെ ഉസ്മാൻ എന്നോട് എന്താ പറഞ്ഞു? എനിക്കൊന്നും അറിയില്ല, അക്ബറൊന്നും നടക്കണില്ല എന്നാണ്. നല്ലതിലേക്ക് ഉസ്മാൻ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും. ഉസ്മാൻ ആ മൈൻഡില് ഒന്നും നോക്കായിട്ട് ഞാൻ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ബില്ലിന്റെ ഞാൻ പറഞ്ഞു. കാരണം നിൽക്കുന്ന ഒരാളാണ് ഉസ്മാന്. ഞാനതാണ് പറഞ്ഞത്. ഉസ്മാനോട് ഞാനിതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉസ്മാന്റെ പറഞ്ഞ ഇന്നെ കുറിച്ചുള്ള അഭിപ്രായമാണ് എന്ത്? ഉസ്മാൻ എന്നോട് എന്തെന്നാ പറഞ്ഞത്? വെറുതെ ഒന്നുമില്ല, വെറുതെ മനസ്സിൽ തോന്നുന്നു. ആ സമയത്ത് ഇവിടെ എത്രയാണ് ആവറേജ് കണക്കിന്? എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ, 900 രൂപ ബാലൻസ് വരുന്നുണ്ട്. 900 രൂപ. അത് 900 ബാലൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇവര് ഈ 5 കാട്ടും കൊണ്ടുപോകാൻ അതിനിട്ട് ബാരിക്കിന് ഇത് കൊടുക്കണേ. ഇപ്പൊ 900 ഒക്കെ എന്തായാലും മറിഞ്ഞ ഉറപ്പല്ല. ഒറ്റ പൂക്കിലാണ് ഒരു ക്ലബ്ബ്. പിന്നെ വേറൊരു ഇതും കൂടി ഉണ്ട്. അങ്ങനെ എത്ര ക്ലബ്ബുണ്ട്? 24 കപ്പ് വെള്ളം പോവുകയാണെങ്കിൽ അത് പീസായിട്ട് പോകും. ഞാൻ പറഞ്ഞ അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടിട്ടാണ്? 10 ടോർച്ച് വെച്ചാലും കണ്ടിട്ടാ പറ്റില്ല. ആദ്യം ഞാൻ പറഞ്ഞില്ല, ഇപ്പം 6 വെള്ളം ഒന്നിക്കും 6 വെള്ളം വേറെ ഡെലിവറി, 2 ഡെലിവറി, 6 പീസുണ്ട്. ഇതൊരു ബോക്സ് അടിച്ചു പോയി കഴിഞ്ഞാല് എത്ര ചെയ്യുള്ളൂ? അവിടെ ഓരോ പീസിനെ പറയണക്ക് 16 റുപ്യ നമുക്ക് കിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് 6 അടിച്ചു പോയാൽ നിങ്ങൾക്ക് 2 റുപ്യ. ഇത് ഒരു ബോക്സ് അടിച്ചു പോയിക്കാണ്ട് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ എത്ര? 1.5 റുപ്യ വെച്ചിട്ട് ഒരു ബോക്സ് 9 18 റുപ്യ കൊടുക്കും. 2 റുപ്യ അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടേണ്ട പൈസയാണ്. മനസ്സിലായോ? 6 അടിച്ചു പോവാണെങ്കിൽ നിങ്ങൾക്ക് 2 റുപ്യ കിട്ടും. ഇവരൊരു ബോക്സ് അടിച്ചു പോവാണെങ്കിൽ ഓർക്ക് 2 റുപ്യ കിട്ടും. പക്ഷെ അതൊന്നും ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചോദിക്കണം, ഇതൊക്കെ ഒരാള് ഇതൊക്കെ അല്ല ക്യാഷ് അല്ല, പീഡിയയില് സംതിങ് ബയാലുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്. ഉസ്മാന് ലത്തീഫിനെ കൊടുന്നല്ലേ? ലത്തീഫിനോട് ഞാനൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? കള്ളകളിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ലത്തീഫിന് അത് കുറച്ചൊക്കെ പോയത്. പക്ഷെ ഉസ്മാൻ ഇന്നേ വരെ ഇപ്പൊ വസീം വരുമ്പോൾ എത്ര പോയിട്ടുണ്ട്? എന്നോട് ഇന്നേ വരെ ഉസ്മാൻ അത് ബോധ്യപ്പെട്ടിട്ടില്ല. ഈ എത്ര മാസമായി വന്നിട്ട് വസീമെ? 8 മാസമായി. അനക്കിപ്പോ അനക്ക് എങ്ങനെ ബോധ്യപ്പെട്ടത്? ഫുള്ള് ബോധ്യപ്പെട്ടു. ഇതിനപ്പുറം ഉള്ള എന്താ വെച്ചാല് ഇവര് ഭയങ്കര ഒരു പീഡിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സുറൂറിൽ വന്നാൽ ഇതിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകള്. റെസ്റ്റോറന്റിൽ പോയാൽ അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ വസീമിന് എന്താ മനസ്സിലായത്? എന്താണ് വസീമിന് മനസ്സിലായത്? ഈ കിട്ടുന്നതിന്റെ ഷെയർ ഒക്കെ റെസ്റ്റോറന്റ് വരെ പോകുന്നുണ്ട്. ഈ കിട്ടുന്നതിന്റെ ഷെയർ ഒക്കെ റെസ്റ്റോറന്റ് വരെ പോകുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ എന്താ ചെയ്യണത്? നന്നായിട്ട് ഞാനിത് നോക്കാൻ കൊണ്ടുവരുന്ന ആൾക്കാരെ അവരെന്താ ചെയ്യണത്? മനസ്സ് മാറ്റിയെടുക്കുക. അതാണ് വസീമിനോടും ഒക്കെ കൃത്യമായിട്ട് പറയണത്. അപ്പൊ ഇതിന് ഞാൻ എന്താ അനുഭവിക്കണത്?
ഞാൻ വല്ലാത്തൊരു വേദന എന്റെ അനുഭവം. എന്താണ്, ഒരു ഭാഗത്ത് എന്റെ മുതല് മുഴുവനും എന്താണ്ടാവണത്, കട്ടിട്ട് നശിപ്പിക്കപ്പെടുന്നു. എത്ര റുപ്യ ഒരു സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഗ്രോസറിയിലോ എടുക്കുന്ന പൈസ ആണ് എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എത്ര എടുക്കുന്നുണ്ട് എനിക്കറിയോ? ഞാൻ എത്ര പ്രാവശ്യം ഞാൻ എന്റെ റെന്റ് അടക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചിരിക്കണം. ഈ പൈസ എനിക്ക് ചെയ്യൂല. ഇപ്പൊ മിഞ്ഞാന്ന് കറണ്ട് കട്ടായത് എനിക്കറിയില്ലേ? ലത്തീഫിനറിയോ കറണ്ട് കട്ടായത്? എത്ര പ്രാവശ്യം കറണ്ട് കട്ടാവുന്നുണ്ട്? എത്രയാണ് അവിടുത്തെ ഭയങ്കര ബില്ല വരിക? 7,000-8,000 ബില്ല വരിക. നമ്മളിത് റോളിംഗ് ഉണ്ടാവില്ല പൈസ. ഈ അറിയണ എത്ര കമ്പനിക്കാരോടെ തല്ലും പിടിയും കൂടുന്നുണ്ടാ? അപ്പൊ എന്താണ് പറഞ്ഞത്? തല്ലും പിടിയും കൂടുമ്പോ എന്താ പറഞ്ഞത്? റിയാസ് എന്താ പറയാ? സെക്യൂർ സാധനം ഇറക്കൂല. പിന്നെന്താ പറയാ? സെക്യൂർ ആൾക്കാർക്ക് പൈസ കൊടുക്കൂല. എങ്ങനെ പൈസ കൊടുക്കുക? എങ്ങനെ ഡെയിലി 900 എടുത്ത എങ്ങനെ നിങ്ങൾ പറയും? ലത്തീഫിന് തോന്നുന്നുണ്ടോ കൊടുക്കാൻ പറ്റുന്നു? പറ്റുമോ? ഇങ്ങനെ കട്ട് കഴിഞ്ഞാല് പറ്റുമോ? ഒരു ഭാഗത്ത് അത് നടക്കുമ്പോ ഉസ്മാനെ പോലെയുള്ള, ഇപ്പൊ ലത്തീഫിനെ പോലെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യണ ഇവര്? ബ്രെയിൻ വാഷ് ചെയ്യണം ഇല്ലേ? വല്ലാത്തൊരു സംഗതിയാണ്. ഈ റിയാസ് എനിക്ക് തോന്നുന്നു നാട്ടില് പോയിട്ട് വീടുണ്ടാക്കി. റിയാസ് നല്ലൊരു വലിയൊരു വീട് കല്യാണം കഴിച്ചു. വീട് എത്ര ഏകദേശം എത്ര വലിയ വീടാ? വീടിന്റെ ചിത്രങ്ങൾ കണ്ടിക്കണ? സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ എന്താ ഉണ്ടാക്കിക്കണത്? ബേക്കറിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഈ എല്ലാരും ബ്രെയിൻ വാഷിന്റെ ഹെഡ് ആരായിരുന്നു? റിയാസ് അല്ലെ? മൊത്തം അവിടെ റിയാസ്. അവിടുന്ന് കിട്ടുന്നതിന്റെ ഷെയർ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ വരും, റെസ്റ്റോറന്റിൽ വരും, ഗ്രോസറി വരും, എല്ലായിടത്തും വരും. അപ്പൊ എന്നിട്ട് മൊത്തം എന്റെ സ്ഥാപനത്തിന് സ്ഥാപനം നോക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരെ വരെ എന്താ ചെയ്യണത്? ഷംസു ശരിക്കും എങ്ങനെ പോയത്? ഷംസുവിനെ ഇതേപോലെ ഷംസു ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെയാണല്ലോ പറഞ്ഞത്. റിയാസിന്റെ അടുത്ത് വന്ന് വിലയൊക്കെ ചോദിച്ചിരിക്കണേ. അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു ഷംസു ഇങ്ങനെ കുറ്റങ്ങളായി നിങ്ങളെ കുറിച്ചുള്ള മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഷംസു പോയതാണ്. അസുഖമാണ്, പെണ്ണുപിള്ളക്ക് അസുഖം ഉണ്ടായിട്ടല്ല, പെട്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതെങ്ങനെ ഞാൻ അറിയാന്ന് വെച്ചാല് 2 ദിവസം ഇപ്പൊ ഉസ്മാൻ വിളിച്ചു അങ്ങാട്. ഞാൻ വിളിക്കാറുണ്ടായില്ല. ഉസ്മാനോട് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പാസ്പോർട്ട് വേണ്ടി രക്ഷപ്പെട്ടോളാം. ആര് പറഞ്ഞു? ഉസ്മാനോട് ഷംസു. ഉസ്മാൻ എന്റെ അടുത്ത് പറഞ്ഞതാണ്. അസുഖമൊന്നും ഉണ്ടായില്ല, നിങ്ങൾ ഡെലിവറിയുടെ ആയിട്ടുണ്ട്, പക്ഷെ വേറെ അസുഖമൊന്നും ഉണ്ടായില്ല. ബാത്റൂമിൽ വീണ് തലയടിച്ച് വീണെന്നൊക്കെ പറഞ്ഞാണ് ഫോൺ വന്നു പറഞ്ഞതാണ്. ഏതായാലും ലത്തീഫായി നമ്മള് ചെയ്യാനുള്ള ബന്ധത്തിലാണ് നിങ്ങളെ കൊടുക്കുന്നത്. യഹ്യ ആരാണ് ഇന്റെ? എന്താണ് നിങ്ങൾ പറയുക? യഹ്യ എന്താ? ആരാണ് ഇന്റെ സുഹൃത്തല്ല. യഹ്യാനുള്ള ബന്ധം എങ്ങനെ? പ്രസ്ഥാന ബന്ധം അല്ലേ? അതന്നെയല്ലേ? യഹ്യ ആരാണ്? പ്രസ്ഥാനത്തിന്റെ ബന്ധുവാണ് അല്ലേ? നിങ്ങളിപ്പോ യഹ്യയുടെ ജ്യേഷ്ഠനാണ്. എനിക്കെന്താണ് എന്റെ മനസ്സിൽ എന്താണ്? ഒരു പ്രസ്ഥാന ബന്ധുവിന്റെ അനിയനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലേ? പിന്നെ ഇത് അത്രയും കമ്പനിയുള്ള അല്ലേ? ലത്തീഫിന് എന്തായാലും അതിലിപ്പോ ലത്തീഫിനിപ്പോ ഞാൻ അങ്ങനെ തന്നെ പോയിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു മാറ്റം വന്നു. അത് ഈ റിയാസിന്റെ ഇതിൽ പെട്ടിട്ട് ശരിക്കും ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്താരാണ്? അവിടെ തന്നെ ഉദിച്ചേക്കാം. പിന്നെ ഞാൻ തെറ്റുകാരണം മാറ്റി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അന്ന് ഇന്നെ പറിച്ചിട്ടുള്ള ഈ അഖ്യാതികൾ ഉണ്ടാക്കുമ്പോഴേ നിങ്ങളെ മനസ്സ് പറഞ്ഞത് സെക്യൂർ പാവാണെന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഉസ്മാനടുത്ത് പറഞ്ഞു. ഉസ്മാൻ ആ ചീത്ത പറഞ്ഞ് ഇങ്ങോട്ട് കയറി നിങ്ങൾ പുറത്തോട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ തന്നെ ഉസ്മാനോട് ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഉസ്മാനോട് പറഞ്ഞു. അല്ല, ഉസ്മാനക്ക് അത്ര ഇന്നോട് ഇതായിട്ടുള്ള അതെനിക്കറിയാൻ പാടില്ല എന്താണ് അത്രയും വൈരാഗ്യം വരാനുള്ള കാര്യം എന്താണെന്ന്. എന്തെങ്കിലും ഉസ്മാനോട് അല്ല ഉണ്ടാ അങ്ങനെ എന്തെങ്കിലും ഉസ്മാനോട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉസ്മാനോട് ഞാൻ പറഞ്ഞതില് ഇതിനെ കുറിച്ചിട്ട്? അല്ലെ ഉസ്മാനിക്ക് ഇങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇത് അവിടെ നിന്നുള്ള അല്ല ഞാൻ ചോദിക്കണതല്ല, വേറെ എന്തെങ്കിലും ചിന്താ. എന്റെ സ്ഥാപനം ഞാൻ നടത്തുന്നത്, നിങ്ങളിപ്പോ വക്കീം വന്നിട്ട് 8 മാസമായി. ലത്തീഫായി എത്ര കൊല്ലായി? 2 കൊല്ലം കഴിഞ്ഞ്. ഇന്ന് വരെ നിങ്ങൾക്ക് എന്ത് സ്ഥാപനത്തിൽ ഞാൻ ഹക്കില്ലാത്ത എന്തെങ്കിലും ഇടപാട് നടത്തേണ്ടത്? നിങ്ങളെ ഒരു ഇത്തിരി എതിർത്ത് നിർത്തുക, അതാണ് പ്ലാൻ. വേറെ പ്ലാനൊന്നും ഇല്ല. നിങ്ങളെ മോശമാക്കി കാണിച്ചുകൊണ്ട് എതിർത്ത് നിർത്തുക, അത്രേ ഉള്ളു പ്ലാൻ. അത്രയാണ് നിന്റെ പ്ലാൻ. അതിൽ ഇവരൊക്കെ പെട്ടുപോയി. നമുക്ക് അതിനെ മറികടക്കാൻ ഇനി എന്താ ചെയ്യപ്പെട്ടെ? എന്താണ് അതിന്റെ സംഗതി? എന്താണ്? നമ്മളെ സ്ഥാപനം നടക്കണല്ലോ. കാരണം ഇനി നമ്മൾ നാളെ ആൾക്കാരെ കൊണ്ടുവരും. എന്താണ് അതിന്റെ പരിപാടി? നമ്മൾ എന്ത് ചെയ്യണം ഇതിന്? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരാളെ മാനേജറാക്കി നിർത്തിയാൽ പിന്നെ സംസാരം അങ്ങേരോട് മാത്രം മതി, പിള്ളേരോട് വേണ്ട. അതായത് അത് ചെയ്യ് ഇത് ചെയ്യ്,
അത് മാനേജറുടെ സംസാരിച്ച് നിർത്തുക. മാനേജർ സ്ട്രോങ് ആയിരിക്കണം. മാനേജർ ചെയ്യിക്കാൻ കഴിവുള്ള മാനേജർ ആയിരിക്കണം ഇരിക്കുന്നത്. മനസ്സിലുണ്ടോ? അതായത് ഡെലിവറി അവിടെ എടുക്കുന്ന ആളുകൾ പിള്ളേരെ കൊണ്ട് ഇപ്പൊ എന്ത് പണിയും പറഞ്ഞ് ചെയ്യിക്കാമെന്ന് നിങ്ങൾ പറയാൻ സാധിച്ചിരുന്നു അവിടെ? ഇല്ല, 100 വട്ടം ഞാൻ പറയും സാധിച്ചിട്ടില്ല, പറ്റിയിട്ടില്ല. അതായത് എന്ത് ചെയ്യണമെങ്കിലും അവിടെ സാധനം വന്നാൽ അപ്പൊ ഇറക്കി അതാതിന് സ്ഥലത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ പറയരുത്, ഈ ഇരിക്കുന്ന ആള് പറയും. ആ പറഞ്ഞനുസരിച്ച് ആ ആളായിരിക്കും. നിങ്ങൾ കാശിന്റെ ഡീലിങ്ങും പിന്നെ സാധനം ഇറക്കുന്നതിനൊക്കെ നേരിട്ട് സംസാരിക്കും. അല്ലാണ്ട് വേറെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ഇതുവരെ അങ്ങനത്തെ ഒരു കോക്കസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളെ ഉയർത്തിക്കാട്ടി അത് റെസ്റ്റോറന്റിലും ഇവിടെ. പക്ഷെ അതില് അങ്ങനെ ഒരു സംഗതിയിലാണ് അവര് വിജയിച്ചെടുത്തത്. അപ്പൊ നമ്മൾ അതിന്റെ കുറെ ആൾക്കാരപ്പൊ നമ്മള് കളഞ്ഞു ഇല്ലേ? ഇനി ഇത് ചെയ്താൽ മതി. പിള്ളേരോട് ഒന്നും സംസാരിക്കാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾ സംസാരിക്കേണ്ട മാനേജർ പറഞ്ഞു. അല്ല, ഞാൻ അതിൽ എന്റെ പരാജയം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ സ്ഥാപനം 2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കിതിന്റെ സൂചനകൾ കൃത്യമായി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉസ്മാനോട് ഇങ്ങനെയുള്ള സൂചന കൊടുത്തത്. ഇല്ലേ? ഇത് വസീമിന് ഞാൻ തന്നിരുന്നില്ല ഈ സൂചനകള്, തന്നിട്ടില്ലേ? എന്നിട്ട് വസീമിന് ഇപ്പൊ ബോധ്യപ്പെട്ട എന്ത് വീടിന്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ഇപ്പൊ കൃത്യമായിട്ട് വസീമിന് ബോധ്യപ്പെട്ടു, നിങ്ങൾക്കും മനസ്സിലായില്ലേ? പക്ഷെ ഈ കാര്യം ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു 1800 ഉറുപ്പ്യ പറഞ്ഞ് ഇതിന്റെ സ്ഥാപനം നോക്കണം എന്ന് പറഞ്ഞിട്ട് ലത്തീഫിനെ അതിന് കൊടുന്നതല്ല, ഉസ്മാനെ കൊടുന്നത്. ഉസ്മാനിക്കുള്ള ഡ്യൂട്ടി അത് തന്നെ ആയിരുന്നു. ഉസ്മാൻ എത്ര കൊല്ലണം നിന്നു? എത്ര നിന്നു? ഉസ്മാൻ എന്തെങ്കിലും ഒരു വാക്ക് സൂചന എനിക്ക് തന്നിക്കണം. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറയും? എന്താ അതിന്റെ അർത്ഥം? ഉസ്മാൻ ഈ ഡ്യൂട്ടി ചെയ്തിക്കണം അല്ലേ? ഈ നിലയിൽ ഉസ്മാൻ എന്തെങ്കിലും ഡ്യൂട്ടി അവിടെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പിടിച്ചൂടെ? ഈ 2 കൊല്ലം എന്തെങ്കിലും ഉസ്മാനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഉസ്മാൻ ആ രീതിയിൽ അപ്പോ ഞാൻ പറഞ്ഞ ജോലി 1% പോലും ചെയ്തിരിക്കണം ഉസ്മാന്. സത്യമായി പറയും. ഉസ്മാന്റെ കാര്യം ഞാൻ കുറ്റം പറയല്ല. ഉസ്മാന്റെ മെയിൻ കാര്യങ്ങളും ഉസ്മാന്റെ മെയിൻ കാര്യം സമയത്ത് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക. ഇത് മാത്രം ഞാൻ കുറ്റം പറയല്ല. ചെയ്ത പ്രവൃത്തി ഞാൻ പലരും ഞങ്ങൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വിഷമമുണ്ടായത് പറയുന്നത് കൗണ്ടറിൽ ആള് നിൽക്കണേ പോലും ഭക്ഷണം വന്നിട്ട് ചാരി അരി ഓടിപ്പോയി ഭക്ഷണം എടുത്ത് വെക്കാൻ വേണ്ടി മാറ്റും. കൗണ്ടറിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെ കാര്യം പറയും, ഞാൻ മുകളിൽ കമ്പ്യൂട്ടറിൽ ബില്ല് കയറ്റാണെങ്കിൽ 10 മണിയാവുമ്പോ ഭക്ഷണം കൊണ്ട് ഒരു കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് വേറൊന്നും പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേറെ ഉള്ളൂ. കൗണ്ടറിൽ എത്ര നാളെ പ്രശ്നമില്ല. പറ്റിയ ഭക്ഷണം. പിന്നെ പല പ്രാവശ്യം പറഞ്ഞു. രണ്ടാമത് പിന്നെ 1/2 മണിക്കൂറാണ് ഭക്ഷണം കഴിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് 10 മണി ഭക്ഷണം കഴിക്കൂലേ, വിശപ്പില്ല ഭക്ഷണം. 10:30 ആകുമ്പോ മൂപ്പര് ഭക്ഷണം എന്നിട്ട് 11 മണിക്കാകുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പോവാൻ. ഞാൻ ആ 11 മണിക്ക് കമ്പ്യൂട്ടറിൽ ബില്ല് തരാൻ കഴിയില്ല. അപ്പൊ ഭക്ഷണം വന്ന് എല്ലാവരോടും ചോദിച്ചു ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ തിരിച്ചു വരാന്ന്. തിരിച്ചു പോകാൻ എനിക്കൊന്നും അറിയണ്ടല്ലോ. ക്യാഷ് കൗണ്ടർ മാത്രം നോക്കുന്നുണ്ട്, ടെൻഷനില്ല. അങ്ങനെ തന്നെ 2-3 പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ 2 കൊല്ലം പോകണം. അപ്പൊ ഞാൻ ആ കൊടുന്ന ഉത്തരവാദിത്വം നോക്കണം. ഞാൻ അവിടുന്ന് ഒരു പൈസ വിസക്ക് മേടിച്ചിട്ടില്ല. 10 മണിയാകുമ്പോൾ കൗണ്ടറിന് ഭക്ഷണം വിസക്ക് പൈസ മേടിച്ചിട്ട് അത് 10 പൈസക്ക് എന്റെ സ്ഥാപനം ആൾക്ക് 1800 ഉറുപ്പ്യ ഞാൻ 1 മണിക്കൂർ കുറക്കാതെ അയാൾക്ക് പോകുമ്പോ കാശ് കൊടുത്തിക്കണം. ഞങ്ങൾ തമ്മിൽ ഉടക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? 11 മണിക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു മോളിൽ എനിക്ക്. 11 മണിക്ക് പോകണം. 11:05 എന്നെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഉസ്മാന്റെ കാര്യം. ഉസ്മാനിക്ക് 1800 കൊടുക്കുന്നതുകൊണ്ട് മുഴുവൻ സ്റ്റാഫ് എനിക്ക് എതിരിരുന്നു ഇല്ലേ? ഈ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതയാൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരു തരി പോലെ അയാളത് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അയാൾക്ക് ഇത്രയും പൈസ കൊടുക്കുന്നുണ്ട്, ഞാൻ അയാൾ ഇത്രയും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സലാമ് കക്കാനുള്ള കാരണം എന്താ? സലാമ് പറഞ്ഞിരിക്കെ എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള കുറെ ആൾക്കാരോട് ഇത്രയും പൈസ കൊടുക്കുന്നത്, ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്രയും പൈസ തരുന്നു. അതിലൊരു ദേഷ്യം കൊണ്ടാണ് കട്ടെന്ന് ഒരിക്കലും പറയണ്ടായി. അതിനോട് ഈ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. സ്ഥാപനം മൊത്തം ഇല്ലേ? എനിക്ക് ഇയാള് പോകുമ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പുള്ളിയുടെ അഭിപ്രായത്തിൽ ഞാൻ ഭയങ്കര മോശക്കാരനാണ്. പുള്ളിയുടെ കാര്യത്തിൽ പുള്ളി
ഒരു ശതമാനം പോലും ആത്മാർത്ഥത കാണിച്ചിരിക്കുന്നത് ലത്തീഫായി സമയത്തിന് ഉറങ്ങണം, സമയത്തിന് ഭക്ഷണം കഴിക്കാം, അത് മാത്രമേ. എന്തെങ്കിലും ജോലി ഞാൻ മിണ്ടാറില്ല. ഞാൻ മിണ്ടിട്ട് എത്ര നാളെ അറിയോ ഞാൻ സംസാരിച്ചിട്ട് അവനാന്റെ കാര്യം അത് എന്നോട് അംസക്കൊക്കെ കൃത്യമായിട്ട് പറയും. പുറത്ത് താല്പര്യക്കാരനാണ് പുള്ളി, പുറത്ത് താല്പര്യക്കാരനാണ് പുള്ളിയുടെ കാര്യം എപ്പോഴും. ബാക്കിയുള്ളവർക്ക് എന്ത് ദൂഷം വന്നാലും ഞാൻ മുന്നിട്ട് എത്ര നാളെ അറിയോ സംസാരിക്കാറില്ലേ. കാരണം ഈ പ്രശ്നം എന്നെ 10 മണി ഞാൻ വിളിക്കാൻ തുടങ്ങും. മോളിൽ ഭക്ഷണം വന്ന് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട ഭയങ്കര എന്നെ വിളിക്കാൻ തുടങ്ങും. ഞാൻ എല്ലാവരും കേട്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടായത്. എന്നോട് രാവിലെ ഭക്ഷണം കഴിച്ചില്ല, 10 മണിക്ക് കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ 7 കഴിഞ്ഞാൽ അവിടെ ഗ്യാസ് കൊണ്ടിരുന്നു, അരമണിക്കൂർ ഭക്ഷണം കഴിക്കണം. രാവിലെ വെളുപ്പിന് 6 മണിക്ക് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കറുപുറു കാണിക്കാതെ അപ്പൊ എന്റെ ഉറക്കം സിനിമോനായിരുന്നു. ഒരുപാട് ഭക്ഷണം കിട്ടി. ഇപ്പൊ 2 ഭക്ഷണം ഒരുപാട് പരാതികൾ. വല്ലാത്തൊരു കടത്ത് തന്നെ. അല്ല പടച്ചോനൊരാള് കാണുന്നുണ്ട് മുകളിൽ, മനസ്സിലായില്ലേ? അയാൾക്ക് ഇത് ബോധ്യപ്പെടാത്തുള്ള വിഷയമൊന്നുമല്ലല്ലോ. എനിക്ക് തോന്നുന്നു അയാൾക്ക് ബോധ്യപ്പെടാത്തുള്ള വിഷയമൊന്നുമല്ല. ഞാൻ ഇത്രയൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ സ്ഥാപനത്തിൽ പ്രശ്നങ്ങളുണ്ട്, അത് എല്ലാവർക്കും മനസ്സിലാവുന്നതും അവിടെ നിന്നാ ഏതൊരാൾക്കും. ഇപ്പൊ എത്ര ദിവസം രാജേട്ടൻ നിന്നത്? എത്ര ദിവസം രാജേട്ടൻ നിന്നു? പുതിയ ആള് ഒരാഴ്ച. അപ്പോഴും ഇപ്പോഴും വന്നിട്ട് 2 മണിക്കൂർ നിന്നിട്ട് രാജേട്ടന് എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മള് നിങ്ങളെ ഈ നമ്മള് ഈ ക്യാമറ ഒക്കെ വെച്ച് ഇതൊക്കെ വെച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് രാജേട്ടനെ നമ്മൾ ഉള്ളിൽ കയറ്റിയത്. ഇതിന്റെ കുറെ ശരിയും തെറ്റും നമ്മൾക്ക് മനസ്സിലാവുന്നത് രാജേട്ടനായിരുന്നു. പിന്നെ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് രാജേട്ടൻ എത്ര മണിക്കൂറാ വരിക അവിടെ? ഇല്ലേ? ഇന്നലെ ആ രാജേട്ടന്റെ ഒരു ആത്മാർത്ഥത പോലും ഈ കക്ഷി 1.5 കൊല്ലം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഉസ്മാൻ അന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എത്ര കൊല്ലം മുമ്പ് നിർത്താൻ പറ്റും? ഇല്ല, ഇത് പിടിക്കാൻ പറ്റൂലേ? ലത്തീഫായി പറയും. എത്ര കൊല്ലം മുമ്പ് നിർത്താൻ പറ്റും നമുക്ക് ഈ പ്രശ്നം? ഈ ഉസ്മാനെ ഞാൻ ഈ ഒരു പ്രശ്നം വെച്ചിട്ട് കൃത്യമായിട്ട് കരീം സാഹിബിനോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരാളെ ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഉസ്മാന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥ പുള്ളിയുടെ ജോലിയിൽ കാണിച്ചിരുന്നെങ്കിൽ എന്തുണ്ടാവുക? നിങ്ങൾ കടലിൽ വന്ന സമയത്ത് ആ ഫ്രിഡ്ജിലോട്ടൊരു കിടപ്പാണ്, കളിയാക്കലാണ്. അവനാന്റെ കാര്യം മാത്രമല്ല, താല്പര്യക്കാരാണ്, വേറെ ഒന്നുമില്ല. താല്പര്യക്കാരാണ് മറ്റുള്ളവർക്ക് എന്തോ പുരോഗമനം പോകുന്നുണ്ട്. നാട്ടിൽ പോയെന്ന് ഒരാളൊരു മനസ്സിലായില്ലേ? ഞാനാ കൂടി ഒരു മനസ്സിൽ അങ്ങനെ പോകണ്ടോ അടുത്തുണ്ടോ ഒന്നും ചോദിക്കില്ല. ഒരാളുണ്ടല്ലോ എപ്പോ പോണ എന്താ ആരും ചോദിക്കില്ല. സാധനം എടുത്തോണ്ട് കൊടുക്കാനല്ലോ റാഷിനെ വെച്ച് ഞാൻ എടുപ്പിച്ചു കൊടുത്താണ്. ആദ്യമൊക്കെ ഇറക്കാൻ ചോദിച്ചു എന്തെന്ന് അല്ല ഞാൻ പറയണേ നമ്മളെ ഇത്രയും ഒന്ന് നല്ല പൈസ, പക്ഷെ അതുപോലെ തന്നെ ഇവിടെ കളഞ്ഞു ആ പൈസ. ഒറ്റ പൈസ സമ്പാദിച്ചു, ഒറ്റ പൈസ സമ്പാദിച്ചിട്ടില്ല. കംപ്ലീറ്റ് ഇവിടെ തന്നെ അത്രയും പൈസ ഉണ്ടാക്കി. അതായത് ഒരു ഫിലിപ്പീൻ പെണ്ണൂരായിരുന്നു, എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പറയും എന്റെ പേര് അടിച്ചോളാൻ പറയും. അത് വേറെ. പിന്നെ വേറെ ഇവിടെ അടിയില് ഫുള്ള് അഡ ഓന്റെ ദിനമാണ് ഡെയിലി. ബഷീറൊക്കെ ബഷീർ കളഞ്ഞെറിഞ്ഞ് സത്യം ചെയ്തിട്ട് നിങ്ങൾ 5 പൈസ എടുത്തിട്ടില്ല. നോമ്പിന് എനിക്ക് സത്യം ചെയ്ത ആളാണ്. 5 പൈസ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി ഇവരൊക്കെ പറയുന്നല്ലോ. ഇതില്ല ഈ ബോക്സ് എടുത്ത് വെക്കുന്ന 2 മിനിറ്റ് ബോക്സ് ഉള്ളു. വാട്ടർ ബോട്ടില് ഒരു ക്ലബ്ബിൽ പോകുമ്പോ സൈക്കിൾ എടുത്ത് വെച്ചെടുക്കും. അത് ഒറ്റ ക്ലബ്ബിൽ പോകുമ്പോ 20 ഉറുപ്പിക എടുത്ത് വെക്കുന്ന ആൾക്ക് കൊടുക്കണെങ്കിൽ അത് കിട്ടണേ. ബാക്കി മനസ്സിലായി എനിക്ക് അംസക്ക് എന്താന്നുള്ളത്. അതായത് ബഷീർ നമ്മളെ ഡെലിവറി പോയി, ഓന് ക്ലബിലേക്ക് സാധനങ്ങൾ മറ്റുള്ള ഡെലിവറിക്കൊക്കെ സാധനം ഫുൾ ക്ലബ്ബില് എല്ലാ സാധനങ്ങൾ പോകുമ്പോഴ് എന്താ ചെയ്യണത്? 5 വാട്ട് വെള്ളം ഉണ്ടാവും. ഹെൽപ്പർ വാരിക്കാണ്. വേറെ ഡെലിവറി ബോയ് ആണ് ഓന്റെ ഹെൽപ്പർ. ഓനക്ക് കൊടുക്കുന്ന ടിക്കറ്റിന് അറിയോ? 20 കൊടുക്കണേ ഓന് കിട്ടുന്ന